മുതൽക്കേ മാറാതുള്ളൊരു നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളൊരു നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളൊരു തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ അനുദിന വചന ചിന്ത, വാതിലുകൾ തുറക്കുവിൻ, ഓപ്പൺ ദ ഡോർസ്. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാറുമേ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മഹാവ്യാധിയായി കോവിഡ് ജനങ്ങളെ മാരകമായി ബാധിച്ചപ്പോൾ മനുഷ്യന്റെ സകല വാതിലുകളും കൊട്ടിയടക്കേണ്ടതായിട്ട് വന്നു. ആരും തമ്മിൽ പരസ്പരം കാണാതെ സർവ്വവിധ ബന്ധങ്ങളും അകറ്റി കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും മനുഷ്യബന്ധങ്ങൾ എങ്ങനെയാണ്? പലരും പലതും കാണാത്ത പോലെ വാതിൽ കൊട്ടിയടക്കുകയല്ലേ? ഒരു ദൈവവൈതൽ എപ്പോഴും തുറന്നിടേണ്ട ചില വാതിലുകളുണ്ട്. ഏതെല്ലാമാണ് ആ വാതിലുകളെന്ന് നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. ഒന്ന്, ദാനം ചെയ്യുവാനായി കൈകൾ തുറന്നിടണം. ഐ റിപ്പീറ്റ്, ദാനം ചെയ്യുവാനായി കൈകൾ തുറന്നിടണം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 7-8 വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടക്കാതെയും നിന്റെ കൈ അവനു വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് സമൃദ്ധിയുടെ കാനാൻ നാട്ടിലേക്ക് എത്തി വലിയ വീടുകൾ വെച്ച് പാർക്കുമ്പോൾ, മക്കൾ സമൃദ്ധി അനുഭവിക്കുമ്പോൾ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കൈനീട്ടുമ്പോൾ അവർക്ക് ദാനം നൽകുവാനായി കരുണയുടെ കരങ്ങൾ തുറക്കണമെന്ന് കർത്താവ് പറയുന്നു. പലരും സ്വന്തം കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരെ കരുതാത്തവരെ ദൈവവും കരുതുകയില്ല എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി നാം തുറക്കേണ്ടത് നമ്മുടെ കണ്ണുകൾ തുറക്കണം. കണ്ണുകൾ തുറക്കണം. 2 രാജാക്കന്മാർ 6:17 ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു,
കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ദൈവപുരുഷനായ എലീശയുടെ ശുശ്രൂഷയുടെ കാലഘട്ടം ഭീഷണി നിറഞ്ഞ കാലഘട്ടമായിരുന്നു. രാജാവിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നു എന്ന് രാജാവിന് മനസ്സിലായപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് രാജാവ് അന്വേഷിക്കുന്നു. അത് എലീശയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ കൊല്ലുവാൻ ആയി രാജാവ് പദ്ധതി ഒരുക്കുന്നു. എലീശ താമസിക്കുന്ന മലഞ്ചെരുവിൽ നിന്ന് എലീശയെ പൊക്കി കൊണ്ടുവരുവാൻ വലിയൊരു സൈന്യത്തെ രാജാവ് അയക്കുന്നു. രാവിലെ ഫ്രിത്തിൻ നോക്കിയപ്പോൾ വലിയൊരു സൈന്യം തങ്ങളുടെ പട്ടണം വളഞ്ഞിരിക്കുന്നതായി കാണുന്നു. അവൻ ഓടിച്ചെന്ന് ഈ വിവരം എലീശയോട് പറയുന്നു. എന്നാൽ എലീശ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉടനെ അവന്റെ ആന്തരിക കണ്ണ് തുറക്കുന്നു. അവരെ രക്ഷിക്കാൻ ശത്രുവിന്റെ സൈന്യത്തെക്കാൾ കൂടുതലായി അഗ്നിമയമായ കുതിരകളും രഥങ്ങളും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതായി അവൻ കാണുന്നു. യഹോവ രാജാവിന്റെ സൈന്യത്തിന് അന്ധത വരുത്തുന്നു. ശത്രുക്കളുടെ മധ്യേ നമ്മുടെ ആന്തരിക കണ്ണുകളെ തുറക്കണം. രോഗങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മീയ കണ്ണുകളാണ് ദൈവം നമുക്ക് നൽകുന്ന വിടുതലിനെ മുൻകൂട്ടി കാണുന്നു. മൂന്നാമതായിട്ട് നമ്മൾ തുറക്കേണ്ടത് പ്രാർത്ഥനയുടെ വാതിൽ തുറക്കണം. പ്രാർത്ഥനയുടെ വാതിൽ തുറക്കണം. രാജാവിന്റെ പ്രതിമയെ വണങ്ങണമെന്ന് ജനം ദാനിയേലിനെ എതിരായി കൽപ്പന എഴുതി വാങ്ങി എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ ഒരു കാര്യം ചെയ്തു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താൻ മുൻപ് ചെയ്തു പോന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുമടക്കി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അതിന്റെ ഫലമോ, അലറിവെന്ന സിംഹങ്ങൾ പ്രവാചകനെ കണ്ടപ്പോൾ ദാനിയേലിന്റെ മടിയിൽ തല ചായ്ച്ചുറങ്ങി. അവ ദാനിയേലിനെ ഒന്നും ചെയ്തില്ല. സിംഹക്കൂട്ടിൽ എറിഞ്ഞ ദാനിയേലിനെ കാണുവാൻ അവനോട് സ്നേഹമുള്ള രാജാവ് പിറ്റേ ദിവസം രാവിലെ കടന്നു വന്നു. അവൻ സുഖമായിരിക്കുന്നു എന്ന് കണ്ട് രാജാവ് അവനെ സിംഹക്കൂട്ടിൽ നിന്ന് വിടുവിച്ചു. ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ സിംഹക്കുഴിയിലിട്ട് കൊന്നുകളഞ്ഞു. മാത്രമല്ല, ദേശത്തിലുള്ള എല്ലാവരെയും ദാനിയേലിന്റെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ദാനിയേൽ പ്രാർത്ഥനയുടെ വാതിൽ തുറന്നപ്പോൾ ഒരു ദേശം മുഴുവനും രക്ഷപ്പെട്ടു. നാലാമതായിട്ട് നാം തുറക്കേണ്ടത് ഹൃദയവാതിലുകൾ തുറക്കണം. ഹൃദയവാതിലുകൾ തുറക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പാവത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറുവാൻ ഹൃദയത്തിൽ മുട്ടിവിളിക്കുന്ന അരുമനാഥന്റെ മൃദുല സ്വരം കേൾക്കണം. 40-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവവചനത്തിനായി കാതുകൾ തുറക്കണം. വചനമാകുന്ന പുസ്തകച്ചുരുളുകൾ ഭക്ഷിച്ച് വളരണം. അപ്പോൾ നാം ഹൃദയം കഠിനമാക്കുകയില്ല. നമ്മുടെ ഹൃദയവാതിലുകൾ മഹത്വത്തിന്റെ രാജാവിനായി നാം തുറന്നു കൊടുക്കുകയും ചെയ്യും. അടഞ്ഞുപോയ വാതിലുകളെ നമുക്ക് തുറക്കാം. അവരനെ കരുതുവാൻ നമ്മുടെ കരങ്ങളെ തുറക്കാം. ദുസ്സഹമായ വേദനകളിൽ സ്വർഗീയ അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കാം. ദൈവവചനം ശ്രവിക്കുവാൻ നമ്മുടെ കാതുകളെ തുറക്കാം. അങ്ങനെ മഹത്വത്തിന്റെ രാജാവ് രാജാതിരാജനായി വാഴുവാൻ നമ്മുടെ ഹൃദയവാതിലുകളെ തുറക്കാം. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞുകിടക്കുന്ന എല്ലാ അവസ്ഥകളും അനുഗ്രഹത്തിനായി തുറയപ്പെടട്ടെ. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല, അവന്റെ ചെവി അടഞ്ഞിട്ടുമില്ല. നാം എങ്ങനെ തിരുവചനത്തോട് പ്രതികരിക്കുന്നു, ആ വചനമനുസരിച്ചാൽ തീർച്ചയായും ഒരു പുത്തൻ അനുഗ്രഹത്തിന്റെ വാതിൽ കർത്താവ് നമുക്കായി തുറക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ തിരുക്കരങ്ങൾ തരുന്നു.
അവിടുത്തെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശാല ഹൃദയമുള്ളവരായി, ഞങ്ങൾ സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, നീ തരുന്ന നന്മകൾ സ്തോത്രം അതർഹിക്കുന്ന മക്കളുമായി പങ്കുവയ്ക്കുവാനുള്ള ഹൃദയ തുറവി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് ആവശ്യപ്പെടുന്ന എല്ലാ മേഖലകളും നിനക്കായി തുറന്നു തരുവാൻ ഓരോരുത്തരെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്താണല്ലോ ഞങ്ങളുടെ തലമുറകൾ. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെതായ സകല കെണികളിൽ നിന്ന് മക്കളെ പിടിപ്പിക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അവരുടെ പഠനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായ അഗ്നിതൂണായി അവിടുത്തെ സാന്നിധ്യം കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്ന സ്കൂളിനെയും കോളേജിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ. അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ, കൂടെ പഠിക്കുന്ന സഹപാഠികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അടിയങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും, വിശേഷാൽ ഞങ്ങളുടെ പേരൻസിനെ, മാതാപിതാക്കളെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം, അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം പ്രിയ മാതാപിതാക്കളുടെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റിരിക്കുന്ന സകല മുറിവുകളും പരിശുദ്ധാത്മാവിൻ്റെ തൈലത്താൽ സൗഖ്യമാകട്ടെ. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാനുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും രോഗികളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അവർ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുമുള്ള അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളൊരു തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം.